ഒപ്പം ശ്രീകുമാർ റിപ്പോർട്ടിംഗ്. ഞങ്ങളിപ്പോൾ ആന്ധ്രാപ്രദേശ് കയറാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ ലേപാക്ഷി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വിൽ ബി ലേപാക്ഷി. മച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പം ഇന്ന് നമ്മൾ ഈ യാത്രയുടെ തുടക്കത്തിലെ എപ്പിസോഡാണ് ഇന്ന് ഇടുന്നത്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും ലെപാക്ഷി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യാത്രയുടെ തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. വണക്കം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പറഞ്ഞോ. നമ്മളിതാ ലേപാക്ഷിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നും ആരംഭിച്ച രണ്ടാം ദിന യാത്രയുടെ ആദ്യ ഇടവേളയിൽ ഞങ്ങൾ ലേപാക്ഷിയിലേക്കുള്ള യാത്രയിൽ ഒരു 28 കിലോമീറ്റർ മുന്നേ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലെപാക്ഷി എത്തിയിരിക്കുകയാണ്. ലെപാക്ഷി ബാംഗ്ലൂരിൽ നിന്നൊരു 130 കിലോമീറ്റർ. അപ്പോൾ മച്ചീസ്, എല്ലാവരും വിചാരിക്കും എന്താണ് ലേപാക്ഷി, എന്താണ് ഇവിടുത്തെ പ്രത്യേകത. ആദ്യമേ പറഞ്ഞോട്ടെ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. നമുക്ക് വരുമ്പോൾ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഷൂസ് ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയ സ്റ്റേഷനറി കടയിൽ ഞങ്ങളുടെ ഷൂസ് എല്ലാം അവിടെ തന്നെ, ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഏൽപ്പിച്ചു. ചെറിയൊരു പൈസ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പതുക്കെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ എന്താണ് ഈ ലെപാക്ഷി? ലെപാക്ഷി എന്ന് പറയുന്നത് തെലുഗു വാക്കാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റൈസ് ബേർഡ്, അതായത് ഒരു പക്ഷിയോട് എണീക്കാനായിട്ട് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് വരുന്നത് ലെപാക്ഷി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമായണത്തിൽ ജടായു രാവണനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിക്കേറ്റ് ഈ സ്ഥലത്താണ് കിടന്നിരുന്നത്. പിന്നീട് രാമൻ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ മരിക്കാറായി കിടക്കുന്ന ജടായുവിനോട് റിക്വസ്റ്റ് ചെയ്യാണ് പക്ഷി എണീച്ചാലും എന്നുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ലെപാക്ഷി എന്ന് വന്നത്. ഇവിടുത്തെ മെയിൻ ടെമ്പിളിൻ്റെ പേര് വീരഭദ്ര ടെമ്പിൾ എന്നാണ്. 16th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കപ്പെട്ടിരുന്നത്. ഇത് അക്കാലത്ത് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടും കച്ചവടപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പില്ലറുണ്ട്, ഹാങ്ങിങ് പില്ലറുണ്ട് ഇവിടെ. അത് എവിടെയാണെന്ന് തപ്പിയെടുക്കണം. അത് അതിന് അടിയിൽ ലൈക്ക് അത് ടച്ച് ചെയ്തിട്ടില്ല. അതിനടിയിൽ കൂടെ നമ്മൾ തുണി എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണത്. അങ്ങനെ 7 എണ്ണം ഉണ്ടോ? ഓ, ഇവിടെ ഉണ്ട് 70 ഇത്തരം ഹാങ്ങിങ് പില്ലേഴ്സാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പല ഭാഗത്തുനിന്നും, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആൾക്കാർ കാണാനെത്തുന്നത് ഈ ഹാങ്ങിങ് പില്ലറാണ്. ഈ 70 തൂണുകളിൽ ധാരാളം തൂണുകളുണ്ട്. അതിൽ 70 എണ്ണമാണ് ഹാങ്ങിങ് പില്ലർ. ഇതിൻ്റെ രഹസ്യം ഇന്നും കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷേ പറയപ്പെടുന്ന ഇവിടുത്തെ വലിയൊരു ലെജൻഡ് ഉണ്ട്. അതായത് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വന്നിട്ട് ഇതിൻ്റെ രഹസ്യം ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പില്ലർ ഇളക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം അതിൻ്റെ ബാലൻസ്, ബാക്കിയുള്ള പില്ലേഴ്സിൻ്റെ ബാലൻസ് തെറ്റുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ആ ഒരു പ്രയത്നം നിഷ്ഫലമായപ്പോൾ പുള്ളി ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അപ്പം ഇത് പറയപ്പെടുന്നത് യു റിമൂവ് വൺ യു റിമൂവ് ഓൾ എന്നാണ്. ഒരു തൂണിന് അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം ടെമ്പിൾ കൊളാപ്സ് ആവും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഹാങ്ങിങ് പില്ലേഴ്സ് അല്ലാണ്ട് മറ്റെന്തുകൊണ്ട് ഇവിടെ കാണാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മെയിൻ ഹോൾ, വീരഭദ്ര ടെമ്പിളിലെ മെയിൻ ഹോൾ കാണാൻ മാത്രമുള്ളതാണ്. മ്യൂറൽ പെയിൻറ്റിങ്സ് വളരെ ഫേമസ് ആണ്. വിജയനഗര കാലഘട്ടത്തിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം കൊത്തുപണികൾ കാണാൻ സാധിക്കും. അപ്പം ഈ ലെപാക്ഷി എന്നുള്ളത് ഒരു കൾച്ചറൽ ആൻഡ് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ അമ്പലം, ഈ ലെപാക്ഷി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു, ഇത് ശിവന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വിഷ്ണുവിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു വീരഭദ്ര. ഈ അമ്പലത്തിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. അസംബ്ലി ഹാൾ അല്ലെങ്കിൽ മുഖമണ്ഡപ, രണ്ടാമത്തേത് ആർദ്രമണ്ഡപ, മൂന്നാമത്തേത് ഗർഭഗൃഹ. ഇങ്ങനെ 3 ഭാഗങ്ങളെ ആയിട്ടാണ് ഈ അമ്പലത്തിനെ തിരിച്ചിരിക്കുന്നത്. ഈ അമ്പലം തുറന്നു പ്രവർത്തിക്കുന്ന സമയം വെളുപ്പിനെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്.
അപ്പോൾ ഇവിടേക്ക് വരാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ ആയിരിക്കും. കാരണം ഇത് നിങ്ങൾക്ക് കാണാം, ചുറ്റും കല്ലാണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന അമ്പലമാണ്. അപ്പം ചൂട് കൂടുന്നതിനനുസരിച്ച് കല്ലിൽ ചൂട് തങ്ങി നിൽക്കും. അപ്പം വെറും കാലുകൊണ്ട് നടക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ വെളുപ്പിനെ മോർണിംഗ് ടൈമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ വരിക, പറ്റുവാണെങ്കിൽ ഉച്ച സമയം അവോയ്ഡ് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നമുക്കറിയാൻ കഴിഞ്ഞത് എന്നും ഈ വില്ലേജിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് പപ്പറ്റ് ഷോ, പാവകളി നടക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കത് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് വൈകുന്നേരം അവിടെ പോയിട്ട് നമുക്കത് കാണാം. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ടുള്ള യാത്ര കൺഫേമാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മുടെ ഒരു ലോങ് ട്രിപ്പാണ് നമുക്ക് മുന്നോട്ട് കിടക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് ഒരു പാവകളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പാവകളി എന്നുള്ളത് രാമായണം, വാൽമീകിയുടെ രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്. കാരണം ഒബ്വിയസ്ലി ഈ അമ്പലം റിലേറ്റ് ചെയ്യുന്നത് രാമായണം ആയിട്ടാണല്ലോ. നമുക്കിവിടെ പുരാതന തെലുഗു ഭാഷയുടെ ലിപികൾ കൊത്തിവെച്ചിരിക്കുന്നതും കാണാൻ കഴിയും. കന്നഡ ലാംഗ്വേജ് ഇൻസ്ക്രിപ്ഷൻ. ഇതാന്ന് തോന്നുന്നു ഇത് ഇതാണ് നമ്മുടെ ആ ഹാങ്ങിങ് പില്ലേഴ്സ് ഉള്ള ഏരിയ. ഇതുപോലെ 70 പില്ലേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മൊത്തമൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും, കാരണം അതിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലയിടത്ത് ഞങ്ങൾ കണ്ടു ആൾക്കാർ തുണി അടിയിൽ കൂടെ പാസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിനടിയിൽ പോയി നോക്കിയപ്പം ശരിയാണ്, ഹാങ്ങിങ് പില്ലേഴ്സ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനടിയിൽ കൂടെ ഒരു തുണി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു തടസ്സവും കൂടാതെ നമുക്ക് ആ തുണി അപ്പുറ വസ്തുവിന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഹാങ്ങിങ് പില്ലേഴ്സ്. ആ ഓരോ പില്ലേഴ്സിലും ധാരാളം കൊത്തുപണികളും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതൊരു കെട്ടുകഥയാണോ അല്ലയോ എന്നെനിക്കറിയത്തില്ല. ഒരു ബ്രിട്ടീഷർ ഇവിടെ വന്നിട്ട് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചു, എങ്ങനെ 70 തൂണുകൾ നിലത്ത് മുട്ടുന്നില്ലെങ്കിൽ പോലും ഈ അമ്പലത്തിൻ്റെ ഈ ഗോപുരം എന്ന് പറയുന്ന ഇതിനെ എങ്ങനെ താങ്ങി നിർത്തുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് അദ്ദേഹം വന്നിട്ടത് ഒരെണ്ണം ഇളക്കി മാറ്റി ഇളക്കാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഒരെണ്ണം ഇളകി കഴിഞ്ഞാൽ മറ്റ് പില്ലേഴ്സിനെയും അത് ബാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ ടോപ്പ് മൊത്തത്തിൽ താഴെ വീഴാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഇഫ് യു റിമൂവ് വൺ യു റിമൂവ് ഓൾ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കല്യാണ മണ്ഡപം. ഈ കല്യാണ മണ്ഡപയുടെ വർക്ക് തീർന്നിരുന്നെങ്കിൽ ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം നടക്കുമായിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരു ലെജൻഡ് പറയുന്നത്. നമുക്ക് കല്യാണ മണ്ഡപത്തിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീതയുടെ വലിയൊരു പാദത്തിൻ്റെ രൂപമാണ്. അത് എപ്പോഴും നനഞ്ഞായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ തുണി കൊണ്ടോ എന്തെങ്കിലും ആ വെള്ളം ഒപ്പിയെടുത്ത് കളഞ്ഞാൽ പോലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും വെള്ളം അവിടേക്ക് എത്തുന്നതായിരിക്കും. നന്ദിയല്ല, നന്ദി ആ ഫ്രണ്ടിൽ വന്ന് കണ്ടില്ലേ? അതെന്തോ ഒരു ഇത് ഗണപതിയല്ലേ? ഗണപതി ഇരിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലേ കൊത്തിയത്. അത് എത്ര വലിയ പാറയായിരിക്കും അത് പൊട്ടിച്ചവർ അങ്ങനെ ആക്കിയത്. ശിവലിംഗം. ദേ പേട സാധനം മോനെ, വറുത്ത് കേട്ട പൊളി. അപ്പം നമ്മൾ ഇവിടെ കണ്ട വലിയ ജയൻറ്റ് സ്ട്രക്ചേഴ്സ്, അതായത് നന്ദി ബുള്ളിൻ്റെ വിഗ്രഹമായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ശിവലിംഗം ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കണ്ട ഗണേശൻ്റെ രൂപമായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം മോണോലിത്തിക്, അതായത് ഒറ്റ പാറയിൽ കൊത്തിയെടുക്കപ്പെട്ട ശില്പരൂപങ്ങളാണ്. പറയപ്പെടുന്നത് നന്ദി ബുള്ളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് റോക്ക് കട്ട് എക്സാമ്പിളാണ്. അങ്ങനെ നമ്മൾ
ലേപ്പാക്ഷി എന്ന അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കി ഒരു ഗൈഡ് നിങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്ത് കാണാനുള്ളത് ഒരു കൊച്ചമ്പലമാണ് ഈ ലേപ്പാക്ഷി. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.